മക്കളെ ഞാൻ കുളിക്കാൻ പോണ അരുവിയാണിത് കേട്ടോ. പിന്നെ ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണുക കേട്ടോ. വലിയ വിശേഷങ്ങളൊന്നുമില്ല, ചെറിയ വിശേഷങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ സാധാരണത്തെ മാതിരി തന്നെ ഇന്നും ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇത് ഇത്രയും പതഞ്ഞ് പൊന്തൂന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് അവിടെ എടുത്ത് വെച്ചപ്പോൾ മൊത്തം എന്താ പറയുക, ഈ പുറത്ത് തൂവിപ്പോയിരുന്നു ഫുള്ള്. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഒരു ലേശിച്ച് ചൂടുണ്ടല്ലോ. അപ്പോൾ ചൂട് ഞാൻ പിന്നെ മഴ ചാറുന്നല്ലേ എന്നും. അപ്പോൾ അത് കാരണം ഞാൻ പാത്രം താഴെ വെച്ചില്ല. അപ്പോൾ അത് കാരണം എന്താ മൊത്തത്തിലാണ്ട് പോയി. പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇത് വീഡിയോസ് എടുത്തത് കേട്ടോ. ഇപ്പോൾ സാധാരണത്തെ മാതിരി തന്നെ വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ ആവശ്യത്തിനുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത് കുറച്ച് കൊണ്ട് മാറ്റി വെച്ച്. ഇതാകുമ്പോൾ പിന്നെ രാത്രിക്കും ആ ദോശ ഉണ്ടാവും എനിക്ക്. പിന്നെ ഇന്നലെ എന്താ പറയുക, രണ്ടാളും നൈറ്റിൽ പുറത്ത് പോയിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ലേശം നത്തോലിയും പിന്നെ മെത്തലും നമ്മളവിടെ പറയാം കേട്ടോ, മാന്തളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊരിച്ച് വെച്ചിരുന്നു. പിന്നെ ചോറും അതുപോലെ തന്നെ വെച്ച് വെച്ചിരുന്നു. ചോറ് നല്ലപോലെ വെച്ചിരുന്നു. ഇന്നലെ രാത്രിക്കല്ലൊക്കെ ഉണ്ടായിട്ടുള്ളൂ എന്ന്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ വെച്ചായിരുന്നു. ഞാൻ ചോറ് അധികം തിന്നൂല, അപ്പോൾ ആൾക്ക് വേണ്ടി വരുമല്ലോ, കക്ക് വേണ്ടി വരുമല്ലോ എന്ന് വെച്ചിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ വന്നപ്പോൾ പറഞ്ഞ് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ അങ്ങനെ പുറത്ത് പോയപ്പം ആ ചോറൊക്കെ അങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച്. റേഷൻ്റെ ആണെങ്കിൽ ഇപ്പോൾ അത് കേടുവന്നിട്ടുണ്ടാവും കേട്ടോ. റേഷൻ്റെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും കണക്ക് തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ റംസാനിന് ഞങ്ങൾക്ക് കിട്ടിയ അരിയാണ് കേട്ടോ. അത് ഇതുവരെ അങ്ങനെ ഓടി അത് പിന്നെ പിള്ളേരും മറ്റുള്ളവരൊക്കെ വന്ന് നിൽക്കുമ്പോൾ കുറച്ചാണ്ട് കൂടുതലായിട്ട് ചിലവായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പോകാനാണെങ്കിൽ അടുത്ത റമദാൻ വരെ ഞങ്ങൾക്ക് അരി ഉണ്ടാവും. അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഓരോരുത്തർ വന്നിട്ട്. അപ്പം ഞാൻ എന്താ കിട്ടിയത്, അത് തിളപ്പിച്ച് ഊറ്റി. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഞാൻ പിന്നെ അത് തിളപ്പിച്ച് ഊറ്റി വെച്ച്. പിന്നെ കേട് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ നിന്ന് ഏതായാലും എടുത്തതല്ലേ. പിന്നെ ഞാൻ ഇത് പിന്നെ ദോശൻ്റെ മാവ് ശരിക്ക് എന്താ പറയുക, വെള്ളപ്പത്തിനൊക്കെ പറ്റിയ സൈസാണ് കേട്ടോ. അത് വെള്ളപ്പത്തിന് ചട്ടിയാണത്, ഇരുമ്പിൻ്റെ. ഹോട്ടലിലൊക്കെ ചെയ്യുന്ന, ഇപ്പം എനിക്ക് ആദ്യം ഹോട്ടലുണ്ടായിരുന്നു, അപ്പം അതിൽ യൂസ് ചെയ്തിരുന്ന വലിയ ചട്ടിയും അതിൻ്റെ വലിയ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെ ആയിപ്പോയി. ഈ ഒരു ചെറിയ ചട്ടി എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതിൽ ഞാനിതാ ചട്നിയാണ് ഉണ്ടാക്കണുണ്ടോ. അതിന് വേണ്ടിയിട്ട് പിന്നെ വെളുത്തുള്ളിയും സവാളയും 1.5 സവാള എടുത്തുക്കണം. അത് പിന്നെ 1.5 സവാള അല്ല, 1 സവാള എടുത്ത്. പിന്നെ വെളുത്തുള്ളി 4-5 അല്ലി, പിന്നെ 2 തക്കാളിയും പിന്നെ ഉണക്കമുളകൊക്കെ ഇട്ടുകൊണ്ട് വഴറ്റിയിട്ട് നല്ല പിന്നെ ഉപ്പ് ഇട്ടിട്ട് അരച്ച് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, എനിക്കറിയാം. പിന്നെ എന്തായാലും അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല എരിവുണ്ടായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ദോശയ്ക്കൊക്കെ ബെസ്റ്റായിരുന്നു. അപ്പോൾ പിന്നെ വെള്ളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഈസ്റ്റും പിന്നെ നമ്മളതിലേക്ക് തേങ്ങ നിറക്കാതെ പിന്നെ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് ഒരു ടേസ്റ്റ് വരണമെങ്കിൽ അങ്ങനെ വേണ്ടേ. അപ്പോൾ അത് കാരണം ഞാനത് ദോശ ഉണ്ടാക്കി വെച്ച്. എന്തായാലും വേണ്ടില്ല. പിന്നെ എന്തൊക്കെയുണ്ട് മക്കളെ, സുഖമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും? പിന്നെ അൽഹംദുലില്ലാഹ് ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഇവിടെയും അങ്ങനെ തന്നെ, കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ ഉണ്ട് പോട്ടെ അല്ലേ. എല്ലാവർക്കും സമാധാനം നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ മക്കളെ. ഇത് കേൾക്കണ മുഴുവൻ വിഷമങ്ങളാണ്. ഇപ്പോൾ പറഞ്ഞേക്കണ പിന്നെ അണക്കെട്ട് പിന്നെ പൊട്ടാനായതിൻ്റെ ഒരു സൂചനയാണ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെയുള്ള സംഭവം വരുന്നതെന്നൊക്കെയാണ് പറയണത്. ഇത് ഭൂമി കുലുക്കം പോലൊക്കെ ഉള്ളത് എല്ലായിടത്തുനിന്നും കേൾക്കണമെന്നൊക്കെ എന്തൊക്കെയോ ആൾക്കാർ പലതും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഉച്ചക്കാണ് കേട്ടോ. ഉച്ചൻ്റെ ശേഷം 2:30-3 മണി ആയിക്കണം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോട്ടാ. പിന്നെ കേരള വിഷൻ്റെ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ റോഡ് സൈഡ് ഇതിൻ്റെ ഒരു സൈഡ് മുഴുവൻ നല്ല വെള്ളമാണ് കേട്ടോ. നല്ല വെള്ളം എന്ന് വെച്ചാൽ ഇതൊന്നല്ല, മഴ പെയ്താണെങ്കിൽ നല്ല ഫുള്ള് വെള്ളം നിൽക്കും. എല്ലാ സൈഡിൽ നിന്നുള്ള വീട്ടിൽ നിന്നുള്ള വെള്ളങ്ങൾ റോഡിലേക്കാണ് വിട്ടു കൊടുക്കുക കേട്ടോ. ഇത് വലിയൊരു വീടാണ് കേട്ടോ. ഇത് ലുലുമാളത്തെ ബയ്യറ വീടാണ്, ഹലാക്കിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആണ് പിന്നെ റോഡ്, മെയിൻ റോഡല്ല, അതിൻ്റെ സൈഡ് റോഡുണ്ടല്ലോ, ആ റോഡിലേക്ക് കയറുന്ന വഴിയാണിത്. അപ്പോൾ ഇവിടെ നിറയെ വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ഷൂ വന്നിട്ടിട്ട് നമുക്കൊരു കാര്യം പുറത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല.
ഷൂ ഒക്കെ അയച്ചിട്ട് അവളിൽ നിന്ന് കാലൊക്കെ കഴുകിയിട്ട് പോകണം. കാലെന്നല്ല, ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ നീന്തേണ്ടി വരും. അപ്പോൾ ഇവിടെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. കണക്കിന് പോയാൽ ഇവിടെ മാന്തളും മത്തിയും കോരയും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കൂട്ടം കൂട്ടമായിട്ട് ഓർഡർ ഇത് കുറേ പിന്നെ വെള്ളമുള്ള സമയത്ത് നല്ല രസമാണ് ഇതൊക്കെ കാണാൻ. ഞാൻ ഒരു പ്രാവശ്യം അത് മഴയത്ത് വന്ന് എടുക്കണം എന്ന് വിചാരിച്ചത്. പോണ് കണ്ടോ. ഈ എന്തെന്നാ അതിനെ പറയാ, മാണിക്ക എന്നല്ലേ പറയാം മീനിന്. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കുറേ പിടിച്ച് കളിച്ചിട്ടുണ്ട്. തവള പൊട്ടലിനൊക്കെ മീനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട് മക്കളെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, അങ്ങനത്തെ കുട്ടിക്കാലമൊക്കെ? അതൊക്കെ നല്ലൊരു കാലമായിരുന്നല്ലേ. അങ്ങനെ അതായത് മെയിൻ റോഡിൽ ഞാൻ കയറിയിട്ടെ ഞാൻ നടന്നിങ്ങനെ പോകാൻ ട്രൈപ്പോഡൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചതല്ല, എന്നാൽ ഒരു കണ്ടൻ്റ് ആവും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അതിനോട് ചേർന്നിട്ട് എടുത്തിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം മെയിൻ റോഡിന്. അപ്പോൾ ഇത് നമ്മൾ ദർഗ, ഇതാണ് നമ്മളവിടുത്തെ നേർച്ചയൊക്കെ കഴിക്കണ പുതിയങ്ങാടി യാഹുന്തങ്ങൾ പാപ്പാൻ്റെ ജാറട്ടോ ഇവിടെയാണ്. അപ്പോൾ ഞാനത് ഇങ്ങനെ പോകുമ്പോൾ ഒന്നും എടുത്താണ്. അപ്പം നടന്ന് പോണ കാരണമാണത് ഇങ്ങനെ കുലുങ്ങി ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കേരള വിഷനിലേക്ക് ഇതാ കയറി, ഓഫീസിലേക്ക് മേലൊക്കെ കയറി. ഗേൾസ് ഹൈസ്കൂളിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ. അവിടെ പോയി നോക്കി. അപ്പോൾ എല്ലാം അടഞ്ഞ് കിടക്കണം കേട്ടോ, അവിടെ ആരുമില്ല. നമ്പർ എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്ന് താഴെ നിന്ന് ഒരാൾ എനിക്ക് തന്നു. ഞാനെന്നിട്ട് വിളിച്ച് നോക്കിയപ്പോൾ കോൾ എടുക്കുന്നില്ല. ഇത് ഓട്ടോ സ്റ്റാൻഡാണ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ, നമ്മളെ വലിയ പള്ളിയാണ് പുതിയങ്ങാടിത്തെ. അങ്ങനെ പിന്നെ അടിച്ചപ്പോൾ അവരെടുത്തു. ഇപ്പോൾ അവർ പറഞ്ഞ് വേറൊരു നമ്പർ എന്നാൽ ആ നമ്പറിൽ അവരോട് പറയാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ബിസിയാണ് അവരെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്ന് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്, വരെ വീട്ടിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നിട്ടോ. തിരിച്ച് വരുമ്പം ദർഗൻ്റെ അവിടെ എത്തിയപ്പോൾ സിയാറത്ത് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ദർഗ കയറി. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, അവിടെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് പറ്റാത്തൊരു ഇതാണ്, പ്രശ്നമാവും. അത് കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോ എടുത്തില്ല. തിരിച്ച് വരുമ്പോൾ നമുക്ക് ചീരിന് കിട്ടിയാണ് പഴം കേട്ടോ. ഇവിടെ പഴത്തിൻ്റെ കടക്കുണ്ട് അവിടെ അപ്പുറത്ത്. അപ്പോൾ ഇതാ ഞാൻ വരുമ്പോൾ യാത്രയിൽ കയറി, ദർഗയിൽ കയറിയത്. അപ്പം കുറച്ച് പഴം കിട്ടി. അതിന് വരുമ്പോൾ ഞാൻ നമ്മളെ ഒരു അയൽവാസിക്ക് കുറച്ച് കൊടുത്ത്, പിന്നെ ഇവിടുത്തെ അയൽവാസി കൊടുത്ത്. പിന്നെ ഇതാ ഞാൻ തിന്ന്. ഇപ്പം കാക്ക വേണ്ടി 2 എടുത്ത് വെച്ചിരുന്നത്. ഇതിപ്പോൾ 2 അവിടെ നേരെ കൊടുക്കണം. അപ്പം നേരത്തെ ഒരു അയൽവാസി ഉണ്ട്, ഞങ്ങൾ ഫ്ലാറ്റല്ലേ. അപ്പോൾ അവരിവിടെ കൊടുത്തേൽപ്പിച്ചിട്ടത് മാതുളി നാരകം, ഇരുമ്പ് സത്ത്, അയൺ കൂടുതൽ അടങ്ങിയിട്ടുള്ള സാധനം ഉണ്ടായി. മാതുളി നാരകം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോ ആണെങ്കിൽ വ്ളോഗ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും സബ് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ, നമുക്കൊരു ജോയിൻ ബട്ടൺ ഉണ്ട്. അതിൽ താല്പര്യമുള്ള ഇതാണോ, നല്ല രസം ഉണ്ടാവും കേട്ടോ. താല്പര്യമുള്ളവർ പിന്നെ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ളവരെന്നല്ല, എല്ലാവരും ജോയിൻ ചെയ്തോളി പ്ലീസ്. ഒരു ഹെൽപ്പ് ആവുമല്ലോ എനിക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായി വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, മാസലാമ. അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക, സന്തോഷമുള്ള കാര്യങ്ങളാവട്ടെ ഇനി നമ്മളെ കാതിൽ കേൾക്കാനുള്ളത്. ഒരു അപകടം ആപത്തൊന്നും കേൾക്കാതിരിക്കട്ടെ എന്നാ ഇതിൻ്റെ കൂടെ എനിക്കിത് പറയാനുള്ളത്. എന്താ വെച്ചാൽ ഇന്നലെയൊക്കെ പിന്നെ ഞങ്ങളിവിടെ തന്നെ തലക്കാട് പഞ്ചായത്തിൽ വെങ്ങാലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്. അവിടെയൊക്കെ ഭൂമി കുലുങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറയുന്നുണ്ട് പരപ്പനങ്ങാടി, പിന്നെ എടപ്പാട്, പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഭൂമി ഇങ്ങനെ ഇത് കുലുങ്ങിയ മാതിരിയല്ല, കുലുങ്ങിക്കണല്ലോ. അപ്പം നല്ല സൗണ്ടോടുകൂടാണ് വീട്ടിൻ്റെ ജനലൊക്കെ പിന്നെ താഴോട്ട് ഇളകിയിട്ട് അങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടു. അപ്പം പേടിയാണ്. ഇപ്പം മരിക്കുന്നതിലും പേടിയൊന്നുമില്ല. മരിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് പോകണം. ഓരോന്നിനും ബാക്കിയൊക്കെ നമുക്ക് വേദനയാണ്. കാരണം ഒരുപാട് അനുഭവിച്ചതാണ്. അപ്പോൾ ഇക്ക പോയി, ഞങ്ങളൊറ്റക്കായി കുറേ കാലം ആ വേദനയായിട്ട് നീറുന്ന സമയത്താണ് ഉമ്മ പോയത്. ഉമ്മാൻ്റെ മുന്നായിട്ട് ആങ്ങളുടെ മോന് അങ്ങനെ വല്ലാത്തൊരു മരണം, ട്രാജഡി ആയിട്ട് അത് പോയി. അതിൻ്റെ വേദന സഹിച്ച് മൊത്തം ട്രാജഡി തന്നെയാണ് ജീവിതത്തിൽ. ഓരോന്നായിട്ട് ഓരോരുത്തർ വിട്ടുപിരിഞ്ഞ് പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇത് വരുമ്പോൾ ഒന്നിച്ച് പോകുമ്പോൾ ഒരു സങ്കടമില്ല. ഓരോന്നിനും ഓരോ കയ്യും കാലും ഇല്ലാതെ അനാഥാക്കിയിട്ട് ഇങ്ങനെ ഇടുമ്പോഴൊക്കെയുള്ള ഒരു വിഷമം വല്ലാത്തതാണ്. അപ്പം മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ.